Excavation. Any man-made cut cavity in an earth surface that is formed by earth removal. എക്സ്കവേഷൻ എന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്നും അഥവാ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മണ്ണ് മാറ്റി ഉണ്ടാക്കുന്ന മനുഷ്യനിർമ്മിതമായ ഒരു കുഴി. ദാറ്റ്സ് എനി man-made cut cavity in an earth surface that is formed by earth removal. എക്സ്കവേഷൻ്റെ ചില ഇമേജസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ചില ടെക്നിക്കൽ ടേംസിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. ട്രെഞ്ച്. ട്രെഞ്ച് ഈസ് എ നാരോ എക്സ്കവേഷൻ where the depth is greater than the width and the width is not greater than 4.5 meters. ഒരു എക്സ്കവേഷൻ്റെ ഡെപ്ത്ത്, അതിൻ്റെ താഴ്ച വിട്ടിനേക്കാളും കൂടിയ ഒരു ഇടുങ്ങിയ എക്സ്കവേഷനാണ് ട്രെഞ്ച്. വിട്ട് തിരിച്ച് പറയുകയാണെങ്കിൽ വിട്ട് വീതി ഡെപ്തിനേക്കാളും കുറഞ്ഞത് ആയ ഒരു ഇടുങ്ങിയതായിട്ടുള്ളൊരു എക്സ്കവേഷനാണ് ട്രെഞ്ച്. ഇതിൻ്റെ വീതി 4.5 മീറ്ററിൽ കൂടാനും പാടില്ല. വീതി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്കവേഷൻ്റെ ബോട്ടം ഭാഗത്തെ വിട്ടാണ് നോക്കേണ്ടത്. കാരണം എക്സ്കവേഷൻ ചെയ്യുമ്പോൾ ചിലതരം മണ്ണ് സ്ലോപ്പ് പോലെ ചരിഞ്ഞു വരാറുണ്ട്. ഉദാഹരണം മരുഭൂമിയിലെ മണ്ണ് അല്ലെങ്കിൽ നദീതീരങ്ങളിലെ മണ്ണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ടൊരു സ്ലോപ്പ് പോലെ വരും. അപ്പം ടോപ്പിലെ വിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് വിട്ട് മെഷർ ചെയ്യുമ്പോൾ ബോട്ടം വിട്ട് തന്നെ മെഷർ ചെയ്യണം എന്ന് പറഞ്ഞത്. കോമ്പിറ്റൻറ്റ് പേഴ്സൺ is an individual who is capable of identifying existing and predictable hazards or working conditions that are hazardous, unsanitary or dangerous to employees. എക്സ്കവേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹസാർഡ്സിനെയും അതുപോലെ ഭാവിയിൽ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഹസാർഡ്സിനെയും കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് കോമ്പിറ്റൻറ്റ് പേഴ്സൺ അഥവാ വിദഗ്ധൻ എന്ന് വേണേൽ പറയാം. അദ്ദേഹത്തിന് ഈ വൈദഗ്ധ്യം ലഭിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ നോളജ് കൊണ്ടും എക്സ്പീരിയൻസും കാരണമാണ്. കോമ്പിറ്റൻറ്റ് പേഴ്സൺ ആയ ഇദ്ദേഹത്തിന് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ അവിടെ എന്ത് ആക്ഷൻ എടുക്കണമെന്നുള്ള തീരുമാനം എടുക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. കാരണം ഹസാർഡ്സ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഏതൊക്കെ ഹസാർഡ്സ് ഇനി ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹത്തിന് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. പ്രീ എക്സ്കവേഷൻ പ്ലാനിംഗ്. നാം എക്സ്കവേഷൻ ചെയ്യുന്നതിന് മുമ്പ് മുൻകൂറായിട്ട് ചില പ്ലാനിംഗ് ചെയ്യേണ്ടതാണ്. ആ പ്ലാനിങ്ങിന് ശേഷം എക്സ്കവേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ പ്രീ എക്സ്കവേഷൻ പ്ലാനിങ്ങിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒബ്റ്റെയിൻ NOC ഫ്രം അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ്. നാം എക്സ്കവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും വിധത്തിലുള്ള അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. വാട്ടർ പൈപ്പ് ലൈൻസ്, ഗ്യാസ് പൈപ്പ് ലൈൻസ്, സ്യൂവേജ് പൈപ്പ് ലൈൻസ്, ഇലക്ട്രിക്കൽ കേബിൾസ്, ടെലികമ്മ്യൂണിക്കേഷൻ കേബിൾസ്, ഇങ്ങനെ പല വിധത്തിലുള്ള അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസ് ഉണ്ട്. നാം എക്സ്കവേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്ലോട്ടിൽ അതാത് യൂട്ടിലിറ്റീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പെർമിഷൻ ഇല്ലാതെ മെഷീനറിയൊക്കെ ഉപയോഗിച്ച് എക്സ്കവേറ്റ് ചെയ്യുകയും യൂട്ടിലിറ്റീസിന് ഏതെങ്കിലും വിധത്തിലുള്ള ഡാമേജ് സംഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് തികച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാഹചര്യം അവിടെ ഉളവാക്കും. വർക്ക് ഡിലേ ഉണ്ടാവും, അതോറിറ്റിയിൽ നിന്ന് ഫൈൻസ് ഫ്രം അതോറിറ്റീസ്, സർവീസ് ഇൻട്രപ്ഷൻ, അങ്ങനെ പല പ്രശ്നങ്ങളെ നാം അവിടെ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. നെക്സ്റ്റ് സോയിൽ ക്ലാസിഫിക്കേഷൻ. മണ്ണിൻ്റെ ഘടന അറിയുക. സോയിൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ടതാണ്. ഏതു തരത്തിലുള്ള മണ്ണ് ആണ് എന്നറിഞ്ഞാൽ നമുക്ക് ഏത് വിധത്തിലുള്ള എക്സ്കവേഷൻ അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റം തയ്യാറാക്കാമെന്നൊക്കെ തീരുമാനിക്കാം. സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി, വാട്ടർ ടേബിൾ പൊസിഷൻ ഇവയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും.
ദെൻ പ്രോക്സിമിറ്റി ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് നിയർ ബൈ സ്ട്രക്ചേഴ്സ്. നാം എക്സ്കവേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് സമീപത്തായിട്ട് മറ്റ് ബിൽഡിങ്ങുകളുണ്ടോ, മറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിലാണ് നാം ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കവിടെ ഏകദേശം ഒരു 10 മീറ്റർ താഴ്ചയിൽ കുഴിയെടുക്കേണ്ടി വരുന്നുണ്ട്. സമീപത്തുള്ള ബിൽഡിങ് അതിൻ്റെ ഫൗണ്ടേഷൻസ് ഏകദേശം ഒരു 3-4 മീറ്റർ താഴ്ച മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മളിവിടെ മണ്ണ് മാറ്റുന്ന സമയത്ത് സമീപത്തുള്ള ബിൽഡിങ്ങിൻ്റെ അടിയിൽ നിന്നും മണ്ണ് ഊർന്നു പോയി ബിൽഡിങ് കൊളാപ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നാം എക്സ്കവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന് സമീപത്തായിട്ട് മറ്റ് ബിൽഡിങ്ങുകളുണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ ഏതെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള സ്ട്രക്ചറോ ബിൽഡിങ്ങോ മൊണ്യൂമെൻറ്റ്സോ ഉണ്ടോ എന്നും നോക്കേണ്ടതാണ്. സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ടിൽ സർഫസ് വാട്ടർ ഉണ്ടോ നോക്കണം. എക്സ്കവേഷനിലേക്ക് വെള്ളം വന്ന് വീഴാനുള്ള സാധ്യതകളുണ്ടോ എന്ന് നേരത്തെ നോക്കേണ്ടതാണ്. ലൊക്കേഷൻ ഓഫ് ദ വാട്ടർ ടേബിൾ. വെള്ളത്തിൻ്റെ ലെവൽ എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എത്ര താഴോട്ട് കുഴിച്ചാൽ വെള്ളം കാണാൻ കഴിയും എന്നറിഞ്ഞിരിക്കണം. ഷാലോ വാട്ടറൊക്കെ ആവാൻ മറ്റു രീതിയിലുള്ള എക്സ്കവേഷൻ വർക്ക് നമുക്ക് ചെയ്യേണ്ടി വരും. ദെൻ ക്വാണ്ടിറ്റി ഓഫ് ഷോറിംഗ് ഓർ പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസ്. നമ്മൾ ചെയ്യുന്ന എക്സ്കവേഷനകത്ത് ചിലപ്പോൾ കേവിൻസ് ഉണ്ടാവാറുണ്ട്. കേവിൻ എന്ന് പറയുന്നത് മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. മണ്ണിൻ്റെ ഘടനയും ഒക്കെ നോക്കി വേണം ഇത് ചെയ്യുവാൻ. ഇപ്പോൾ നല്ല ഉറപ്പില്ലാത്ത മണ്ണാണെങ്കിൽ പെട്ടെന്ന് ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അകത്ത് നിന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെയധികം അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചില പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ടി വരും. ലൈക്ക് ഷോറിങ്. രണ്ട് ഭാഗത്തുള്ള മണ്ണിനെ തടഞ്ഞു നിർത്തുന്ന വിധത്തിലുള്ള ഷോറിങ് മെത്തേഡുണ്ട്. അതിന് വേണ്ട മെറ്റീരിയൽസ്, അത് ടിമ്പർ കൊണ്ടുള്ള ഷോറിങ് ആണെങ്കിൽ ആവശ്യത്തിന് ടിമ്പർ വേണ്ടി വരും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ്, തടികൾ, പ്ലൈവുഡ്, ഇങ്ങനെയുള്ള സാധനം വേണ്ടി വരും. അത് മെറ്റാലിക് ഷോറിങ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള. ഇനി നമുക്ക് ഹസാർഡുകളെ പറ്റി ചിന്തിക്കാം. എക്സ്കവേഷനുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം ഹസാർഡ്സാണ് ഉള്ളത് എന്ന് ഒന്ന് പരിശോധിക്കാം. കൊളാപ്സ് ഓഫ് സൈറ്റ്സ് അഥവാ കേവിൻസ്. എക്സ്കവേഷനിൽ മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. എക്സ്കവേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം ആൾക്കാർ വർക്ക് ചെയ്യുന്ന സമയത്തും മണ്ണിടിഞ്ഞ് വീഴുകയാണെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് നയിക്കും. സോ നമ്പർ 1 ഹസാർഡ്, കൊളാപ്സ് ഓഫ് സൈറ്റ്സ്. നെക്സ്റ്റ്, ഫോളോ പേഴ്സൺ ഇൻ ടു ദ എക്സ്കവേഷൻ. എക്സ്കവേഷനുള്ളിലേക്ക് ആൾക്കാർ വീഴാനുള്ള സാധ്യതയുണ്ട്. വർക്കേഴ്സ് ആവാം, അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആവാം, പബ്ലിക് ആവാം. അപ്പോൾ ഫോളോ പേഴ്സൺസ് ഇൻ ടു ദ എക്സ്കവേഷൻ. സ്ട്രൈക്കിംഗ് അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസ്. നേരത്തെ പറഞ്ഞതുപോലെ അതോറിറ്റീസിൻ്റെ NOC ഇല്ലാതെ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഫോൾ ഓഫ് മെറ്റീരിയൽസ് ഇൻ ടു ദ എക്സ്കവേഷൻ. സാധന സാമഗ്രികൾ എക്സ്കവേഷനകത്തേക്ക് വീഴാം. ഫ്ലഡിങ്. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ എക്സ്കവേഷനുള്ളിൽ, കുഴിക്കുള്ളിൽ വെള്ളം നിറയാം. അപ്പോൾ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ മണ്ണിൻ്റെ ഘടനയിൽ വ്യത്യാസം വരും, മണ്ണിൻ്റെ സ്ട്രെങ്തിൽ വ്യത്യാസം വരും. സോ ഫ്ലഡിങ് അടുത്ത ഹസാർഡ്. ദെൻ പ്ലാന്റ് റണ്ണിങ് ഇൻ ടു എക്സ്കവേഷൻ. എക്സ്കവേഷനുള്ളിലേക്ക് പ്ലാന്റ്, എക്സ്കവേറ്റർ, അതുപോലെ മറ്റ് മെഷീനറികളൊക്കെ എക്സ്കവേഷനുള്ളിലേക്ക് വീഴാനുള്ള സാധ്യത. സർഫസ് ഓർ ഗ്രൗണ്ട് വാട്ടർ. ആ സർഫസിലുള്ള വെള്ളം ഒലിച്ച് എക്സ്കവേഷനകത്ത് വീഴാം. ദെൻ പ്രസൻസ് ഓഫ് ടോക്സിക് ഗ്യാസസ്. ചില കേസുകളിൽ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ വിഷവാതകങ്ങളുടെ പ്രസൻസ് ഉണ്ടാവാറുണ്ട്. മറ്റ് ഹസാർഡുകളെ പറ്റി നോക്കാം. അഡ്ജസൻറ്റ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് കൊളാപ്സിങ്. ഇംപ്രോപ്പർ ആക്സസ് ഓർ എഗ്രസ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള എൻട്രി എക്സിറ്റ് ഇല്ലാതിരിക്കുന്നത്. ഓവർഹെഡ് ലൈൻസ്. പ്ലോട്ടിൻ്റെ മുകളിൽ കൂടി ഇലക്ട്രിക്കൽ ലൈൻസ് ഉണ്ടെങ്കിൽ അതിൽ
എക്സ്കവേറ്റർ ടച്ച് ആവാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നമുക്കിനി ഓരോ ഹസാർഡ്സും ചില പിക്ചറുകളുടെ സഹായത്തോടെ ഒന്ന് നോക്കാം. കൊളാപ്സ് ഓഫ് സൈറ്റ്സ്, കേവിൻസ്. ഓക്കെ, എന്താണ് കേവിൻസ് എന്ന് പറയുന്നത്? എക്സ്കവേഷൻ്റെ സൈഡിൽ നിന്നും മണ്ണിൻ്റെ ഒരു ഭാഗം അടർന്നു വീഴുന്നു. നോക്കാം. വാട്ട് ഈസ് കേവിൻ? Caving means a separation of a mass of soil or rock material from the side of an excavation, or the loss of soil from under a trench shield or support system, and its sudden movement into the excavation, either by falling or sliding in sufficient quantity so that it could entrap, bury, or otherwise injure or immobilize a person. എക്സ്കവേഷൻ്റെ സൈഡിൽ നിന്ന് മണ്ണിൻ്റെ ഒരു ഭാഗം അടർന്നു വീഴുകയോ അല്ലെങ്കിൽ ട്രെഞ്ച് ഷീൽഡിൻ്റെയോ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെയോ പുറകിൽ നിന്നുള്ള മണ്ണ് സ്ലൈഡായിട്ട് എക്സ്കവേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് കേവിൻ എന്ന് പറയുന്നത്. ശരിയായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ താഴെ പറയുന്നുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയില്ല. പ്രീ എക്സ്കവേഷൻ പ്ലാനിംഗ്. നാം എക്സ്കവേഷൻ ചെയ്യുന്നതിന് മുമ്പ് മുൻകൂറായിട്ട് ചില പ്ലാനിംഗ് ചെയ്യേണ്ടതാണ്. ആ പ്ലാനിങ്ങിന് ശേഷം എക്സ്കവേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ പ്രീ എക്സ്കവേഷൻ പ്ലാനിങ്ങിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒബ്റ്റെയിൻ NOC ഫ്രം അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ്. നാം എക്സ്കവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും വിധത്തിലുള്ള അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. വാട്ടർ പൈപ്പ് ലൈൻസ്, ഗ്യാസ് പൈപ്പ് ലൈൻസ്, സ്യൂവേജ് പൈപ്പ് ലൈൻസ്, ഇലക്ട്രിക്കൽ കേബിൾസ്, ടെലികമ്മ്യൂണിക്കേഷൻ കേബിൾസ്, ഇങ്ങനെ പല വിധത്തിലുള്ള അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസ് ഉണ്ട്. നാം എക്സ്കവേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന പ്ലോട്ടിൽ അതാത് യൂട്ടിലിറ്റീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പെർമിഷൻ ഇല്ലാതെ മെഷീനറിയൊക്കെ ഉപയോഗിച്ച് എക്സ്കവേറ്റ് ചെയ്യുകയും യൂട്ടിലിറ്റീസിന് ഏതെങ്കിലും വിധത്തിലുള്ള ഡാമേജ് സംഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് തികച്ചും ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സാഹചര്യം അവിടെ ഉളവാക്കും. അടുത്തത് കൊളാപ്സ് ഓഫ് സൈറ്റ്സ്. വീണ്ടും തന്നെ വരുന്നു. തന്നിരിക്കുന്ന പിക്ചറിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയുള്ളൂ. 2 feet റൂൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസ്. എന്താണ് പ്രൊട്ടക്റ്റീവ് സിസ്റ്റം? പ്രൊട്ടക്റ്റീവ് സിസ്റ്റം റെഫേഴ്സ് ടു എ മെത്തേഡ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് എംപ്ലോയീസ് ഫ്രം കേവിൻസ്, ഫ്രം മെറ്റീരിയൽ ദാറ്റ് കുഡ് ഫോൾ ഓർ റോൾ ഫ്രം ആൻ എക്സ്കവേഷൻ ഫേസ് ഓർ ഇൻടു ആൻ എക്സ്കവേഷൻ ആൻഡ് ഫ്രം ദ കൊളാപ്സ് ഓഫ് അഡ്ജസൻറ്റ് സ്ട്രക്ചേഴ്സ്. തൊഴിലാളികളെ മണ്ണിടിച്ചിൽ നിന്നും രക്ഷപ്പെടുത്താനും അതുപോലെ സ്കഫോൾഡിൻ്റെ എക്സ്കവേഷൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് മെറ്റീരിയലൊക്കെ വീണ് ഉണ്ടാവുന്ന പരുക്കളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ളൊരു മാർഗ്ഗമാണ് പ്രൊട്ടക്റ്റീവ് സിസ്റ്റം. അതോടൊപ്പം തന്നെ പ്രൊട്ടക്റ്റീവ് സിസ്റ്റം കാരണം സമീപത്തുള്ള മറ്റ് സ്ട്രക്ചറുകളിലെ പതനവും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എല്ലാ എക്സ്കവേഷനും 4 ഫീറ്റിൽ അഥവാ 1.2 മീറ്ററിൽ കൂടുതൽ ഡെപ്തുള്ള എല്ലാ എക്സ്കവേഷനിലും പ്രൊട്ടക്റ്റീവ് സിസ്റ്റം മസ്റ്റായിട്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. എക്സ്കവേഷൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം സാധാരണയായിട്ട് 3 വിധത്തിലുള്ള പ്രൊട്ടക്റ്റീവ് സിസ്റ്റമാണ് നാം നടത്താറുള്ളത്. ആദ്യത്തേത് സ്ലോപ്പിംഗ് ആൻഡ് ബെഞ്ചിങ് സിസ്റ്റം, സെക്കൻഡ് ഷോറിംഗ് സിസ്റ്റം, തേർഡ് ഷീൽഡിംഗ് സിസ്റ്റം. ഇതാണ് സിമ്പിൾ ഷോറിംഗ് എന്ന് പറയുന്നത്. മണ്ണ് ചരിഞ്ഞ് വെട്ടിയെടുക്കുന്നതിനാണ് സിമ്പിൾ സ്ലോപ്പിംഗ് എന്ന് പറയുന്നത്. മാക്സിമം 20 feet വരെ അത് പോകാൻ സാധിക്കും. നെക്സ്റ്റ് ബെഞ്ചിങ്. സ്റ്റെപ്പ് പോലെ ഇങ്ങനെ വെട്ടിയെടുക്കുന്നതാണ് ബെഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഷോറിംഗ് സിസ്റ്റം. This is a support system for trench faces used to prevent movement of soil, underground utilities and foundations. ഇതിനകത്ത് ശ്രദ്ധിക്കണം, ഇതിനകത്ത് വെർട്ടിക്കലി വുഡൻ പ്ലാങ്ക്സ്
ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ വുഡൻ പ്ലാങ്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന തടി കഷ്ണത്തിൻ്റെ പേരാണ് വെയിൽസ്. വെയിൽ ഉപയോഗിച്ചിട്ട് ഈ വുഡൻ പ്ലാങ്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു, കണക്ട് ചെയ്യുന്നു. എക്സ്കവേഷൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെ വുഡൻ പ്ലാങ്ക്സ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് കുറുകെ നല്ല ഉറപ്പുള്ള തടി കഷ്ണങ്ങൾ വെച്ചിട്ട് ക്രോസായിട്ട് വെച്ച് അതിനെ ഉറപ്പിച്ച് നിർത്തുന്നു. ഇതാണ് ഷോറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഷോറിംഗ് സാധാരണ രീതിയിലുണ്ട്. ടിമ്പർ കൊണ്ടുണ്ടാക്കിയതും അലൂമിനിയം ഹൈഡ്രോളിക് സിസ്റ്റവും ഉണ്ട്. അടുത്ത ട്രെഞ്ച് ബോക്സസ്. ഇത് ഷീൽഡിംഗ് സിസ്റ്റത്തിൽ പെടുന്നു. ട്രെഞ്ച് ബോക്സസ്. The space between the outside of the trench box and the face of the trench should be small as possible and backfilled to prevent lateral movement of the box. ഇത് പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ബോക്സാണ്. ഇത് ക്രെയിൻ ഉപയോഗിച്ച് നേരെ എക്സ്കവേഷനിലേക്ക് ഇറക്കി വയ്ക്കുന്നു. ചില സമയത്ത് എക്സ്കവേഷൻ്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ട്രെഞ്ച് ബോക്സിൻ്റെ രണ്ട് സൈഡും എംറ്റി സ്പേസ് കാണും. ആ സമയത്ത് ഈ ട്രെഞ്ച് ബോക്സ് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ മൂവ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടി എക്സ്കവേഷൻ ഫേസും ഈ ട്രെഞ്ച് ബോക്സിൻ്റെ ഔട്ട്സൈഡ് ഫേസും ഇടയ്ക്കായിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ മണ്ണ് നിറച്ചിടും. ആ ഒരു കണ്ടീഷനിൽ പിന്നീട് ട്രെഞ്ച് ബോക്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുകയില്ല. ഹൈഡ്രോളിക് ഷോറിംഗ്. അടുത്തൊരു ഹസാർഡ് പേഴ്സൺസ് ഫോളിംഗ് ഇൻ ടു എക്സ്കവേഷനുള്ളിലേക്ക് ആൾക്കാർ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതെങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും? പ്രിക്കോഷൻസ് എന്തെല്ലാമാണ്? പ്രൊവൈഡ് ഹാർഡ് ബാരിക്കേഡ്. ചുറ്റും ബാരിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഫോളോ പേഴ്സണൽ എന്നുള്ള ഹസാർഡിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പ്രൊവൈഡ് ഹാർഡ് ബാരിക്കേഡ്. വേറൊരു ഹസാർഡ് നേരത്തെ പറഞ്ഞാണ് സ്ട്രൈക്കിംഗ് അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസ്. അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് വാട്ടർ പൈപ്പ് ലൈൻ ആയിക്കൊള്ളട്ടെ, ഇലക്ട്രിക്കൽ ലൈൻസ് ആയിക്കൊള്ളട്ടെ, അതിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടി നാം കേബിൾ ലൊക്കേറ്റിംഗ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. കേബിൾ ലൊക്കേറ്റിംഗ് എക്യുപ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇലക്ട്രിക്കൽ പവർ സപ്ലൈ താഴെ കൂടി പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ഉണ്ടെങ്കിൽ അതിനകത്ത് അറിയുവാൻ സാധിക്കും, സെൻസ് ചെയ്ത് അറിയുവാൻ സാധിക്കും. അപ്പോൾ ഈ കേബിൾ ലൊക്കേറ്റിംഗ് എക്യുപ്മെൻറ്റ് മുഖാന്തരം കേബിളിൻ്റെ പ്രസൻസ് അറിയാൻ സാധിക്കും. പക്ഷേ എത്ര ഡീപ്പിൽ ആണ് കേബിൾ ഉള്ളതെന്നറിയാൻ മാർഗമില്ല. അതിന് ചെയ്യുന്നത് ട്രയൽ പിറ്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. പേഴ്സൺസ് ഇൻ എക്സ്കവേഷൻസ് ബീങ് സ്ട്രക്ക് ബൈ ഫോളിംഗ് മെറ്റീരിയൽസ്. എക്സ്കവേഷനകത്ത് ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് സാധനങ്ങൾ താഴേക്ക് വീണ് അപകടം ഉണ്ടാവും. ഫ്ലഡിംഗ് ഇൻ എക്സ്കവേഷൻ. ഈ വാട്ടർ അക്യുമുലേഷൻ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യേണ്ട മാർഗ്ഗങ്ങൾ യൂസ് ഓഫ് സ്പെഷ്യൽ സപ്പോർട്ട് ഓർ ഷീൽഡ് സിസ്റ്റംസ്. വാട്ടർ റിമൂവൽ, ഡീവാട്ടറിങ്, കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുക. വൈൽ വർക്കിംഗ് ഇൻ എക്സ്കവേഷൻ, സേഫ്റ്റി ഹാർനസ് ആൻഡ് ലൈഫ് ലൈൻസ് ടു ബി യൂസ്ഡ്. നോ വർക്ക് ഡ്യൂറിങ് റെയിൻ സ്റ്റോംസ്. മഴയൊക്കെ ഉണ്ടാകുമ്പോൾ എക്സ്കവേഷനകത്ത് വർക്ക് ചെയ്യാതിരിക്കുക. ട്രെഞ്ച് ഇൻസ്പെക്ഷൻ ബൈ കോമ്പിറ്റൻറ്റ് പേഴ്സൺ ആഫ്റ്റർ റെയിൻ സ്റ്റോംസ്. മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ട്രെഞ്ചിനകത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമ്പിറ്റൻറ്റ് പേഴ്സൺ ഇൻസ്പെക്ഷൻ ചെയ്ത് സർട്ടിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ട്രെഞ്ചിനുള്ളിൽ കടക്കൂ. ഹസാർഡ്സ് ഇൻ എക്സ്കവേഷൻ. പ്ലാന്റ് റണ്ണിംഗ് ഇൻ ടു എക്സ്കവേഷൻ. പ്ലാന്റ് സിങ്കിങ് ഇൻ ടു അൺസ്റ്റേബിൾ ഗ്രൗണ്ട്. സ്റ്റേബിൾ അല്ലാത്ത ഗ്രൗണ്ടിൽ മെഷീനറി താണു പോകാനുള്ള സാധ്യതയുണ്ട്. ചതുപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ
മണ്ണിനധികം സ്റ്റെബിലിറ്റി ഇല്ല, അപ്പം അവിടേക്ക് മെഷീനറിയൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് താണു പോകാനുള്ള സാധ്യതയുണ്ട്. ആസ്ഫിക്സിയേഷൻ ഓർ പോയ്സണിങ് ഡ്യൂ ടു ഗ്രൗണ്ട് കണ്ടീഷൻസ് ഓർ ഫ്യൂംസ് ഫ്രം പ്ലാന്റ്. പ്ലാന്റിൽ നിന്ന് വരുന്ന പുക കാരണം ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടാം. ഇൻഗ്രസ് ആൻഡ് എക്സസ്. ഇതിൻ്റെ അർത്ഥം എൻട്രി ആൻഡ് എക്സിറ്റ്. ഒരു എക്സ്കവേഷനകത്തേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനുള്ള മാർഗം. Provision of safe means for employees to enter or exit an excavation or trench. Trenches 4 feet or more in depth should be provided with a fixed means of egress. 4 ഫീറ്റോ അതിലധികമോ ഡെപ്തുള്ള എല്ലാ ട്രെഞ്ചസിനും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് മെത്തേഡ് ഉണ്ടായിരിക്കണം. ഒന്നിലൊരു ഫിക്സ്ഡ് ലാഡർ ഒക്കെ കൊടുത്തിരിക്കണം. Spacing between ladders or other means of egress must be such that a worker will not have to travel more than 25 feet. അപ്പോൾ എക്സ്കവേഷനുള്ളിൽ നിൽക്കുന്ന ഒരു ആൾക്ക് തൊട്ടടുത്ത ലാഡറിലേക്ക് ഉള്ള ദൂരം മാക്സിമം 25 ഫീറ്റ് ആയിരിക്കണം. Spacing between ladders or other means of egress must be such that a worker will not have to travel more than 25 feet. അത് ഒരു വർക്കറിന് 25 ഫീറ്റിൽ കൂടുതൽ സഞ്ചരിക്കാൻ പാടില്ല. അതിനു മുമ്പ് തന്നെ അവനൊരു ലാഡർ കിട്ടിയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ മാക്സിമം 2 ലാഡർ തമ്മിലുള്ള ഗ്യാപ്പ് 50 ഫീറ്റാണ്. ദാറ്റ് മീൻസ് സെൻറ്ററിൽ നിൽക്കുവാണെങ്കിൽ ഓരോ സൈഡിലേക്ക് 25 ഫീറ്റേ ആവുന്നുള്ളൂ. Ladders must be secured and extend a minimum of 36 inches above landing. ലാഡറിൻ്റെ മുകൾ ഭാഗത്ത്, നമ്മൾ ലാൻഡ് ചെയ്യുന്ന ഭാഗത്ത്, ഇറങ്ങുന്ന ഭാഗത്ത് ആ ലാൻഡിംഗ് പ്ലേസിൽ നിന്നും 36 ഇഞ്ചെങ്കിലും മുകളിലേക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. See, the ladder should extend 3 feet above the excavation. ഇപ്പോൾ ഇവിടെ പിക്ചറിൽ കാണുന്ന ലാഡർ നോക്കുക. ഒരു എക്സ്കവേഷനകത്ത് ലാഡർ എക്സ്കവേഷൻ്റെ ടോപ്പ് ഹൈറ്റ് വരെ എത്തിച്ചേർന്നിട്ടില്ല. ഇതുപോലെ 2 ലാഡേഴ്സ് കൂട്ടി യോജിപ്പിക്കുന്നത് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. Lastly, hazardous atmosphere. നോർമൽ കണ്ടീഷൻ ഒരു എക്സ്കവേഷനിൽ വേണ്ട ഓക്സിജൻ്റെ അളവ് 19.5% തൊട്ട് 23.5% വരെയാണ്. Flammable vapor level maximum 20% of lower flammability limit. Hazardous airborne contaminated threshold limit value. അതുപോലെ വിഷവാതകങ്ങളുടെ അളവ് കുറവായിരിക്കണം. ഗ്യാസ് ടെസ്റ്റിംഗ് നടത്തിയിരിക്കേണ്ടതാണ്. വിയറിംഗ് ഓഫ് റെസ്പിറേറ്ററി എക്യുപ്മെൻറ്റ്. ഓക്സിജൻ്റെ അളവ് കുറവാണെങ്കിലും അതുപോലെ ഹസാഡസ് വേപ്പേഴ്സ് ഉണ്ടെങ്കിലും റെസ്പിറേറ്ററി എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് വേണം എക്സ്കവേഷൻ മോർ ദാൻ 1.2 മീറ്ററിൽ കൂടുതൽ ഡെപ്തുള്ള എക്സ്കവേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഓക്സിജൻ്റെ അളവ് ചെക്ക് ചെയ്യുക. ഓക്സിജൻ്റെ അളവ് 19.5-നും 23.5-നും ഇടയ്ക്കാണെങ്കിൽ ഓക്കെ. 19.5 കുറവാണെങ്കിൽ റെസ്പിറേറ്ററി എക്യുപ്മെൻറ്റ് ധരിച്ചിരിക്കണം. അതുപോലെ പോയ്സണസ് ഗ്യാസ് ലിമിറ്റ് വാല്യൂവിലും കൂടുതലാണെങ്കിലും റെസ്പിറേറ്ററി എക്യുപ്മെൻറ്റ് ധരിച്ചിരിക്കുന്നതാണ്.